ഹരി ഓം. നാരായണീ സ്തുതി പാർട്ട് 4. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ജഗദംബികായേ നമഃ. ദേവ്യോവാച വൈവസ്വതയന്തരേ പ്രാപ്തേ അഷ്ടാവിംശതിമേ യുഗേ ശുംഭോ നിശുംഭ ചൈവാന്യ ഉത്പത്സ്യേതേ മഹാസുരോ. ദേവി പ്രസന്നയായി ഇനി സംഭവിക്കുന്ന അവതാരങ്ങളെപ്പറ്റി വിവരിക്കുന്നു. 7ാമത്തെ മന്വന്തരത്തിൽ, അതിൽ തന്നെ 28ാമത്തെ ചതുർയുഗത്തിൻ്റെ ഇടയിൽ ദ്വാപരയുഗ സന്ധിക്കാണ് പറയുന്നത്. ഇവിടെ ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള 2 അസുരന്മാർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നന്ദഗോപഗൃഹേ ജാത യശോദാഗർഭസംഭവ തതസ്തു നാശയിഷ്യാമി വിന്ധ്യാചലനിവാസിനി. എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ പറയുകയാണ് ദേവി. ദ്വാപരയുഗത്തിൽ 28ാമത്തെ ചതുർയുഗത്തിൽ ദേവി ജനിക്കുക നന്ദഗോപരുടെ ഗൃഹത്തിൽ യശോദാപുത്രിയായിട്ടായിരിക്കുമെന്ന്. ദേവകിക്കും വസുദേവർക്കും കൃഷ്ണൻ ജനിച്ചപ്പോൾ അതേ സമയത്ത് മായാഭഗവതി നന്ദഗോപരുടെയും യശോദയുടെയും മകളായി ജനിച്ചു. അങ്ങനെ ആ 2 കുഞ്ഞുങ്ങളെ മാറ്റം ചെയ്തിട്ട് കംസൻ്റെ അടുത്ത് എത്തുന്നത് ഈ ദേവിയാണ്. ഇത് 8ാമത്തെ കുഞ്ഞാണെന്ന പേടിയിൽ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി എടുത്ത് ഉയർത്തിയപ്പോഴാണ് ആ കുഞ്ഞ് മുകളിൽ പോയിട്ട് കാത്യായനി ദേവിയായിട്ട് ആകാശത്ത് നിന്ന് നിൻ്റെ അന്തകൻ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ ജനിച്ചിട്ടുണ്ട് എന്ന് കംസനോട് പറഞ്ഞ് അന്ന് മറഞ്ഞതാണ് ദേവി. ആ ദേവിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നീട് ആ ദേവി വിന്ധ്യാചലത്തിൽ പോയി വസിച്ച് ആ സമയത്താണ് ശുംഭനിശുംഭന്മാരുടെ ഉപദ്രവം ഉണ്ടാകുന്നത്. അവരെ ഞാൻ നശിപ്പിക്കുമെന്നാണ് ദേവി എത്രയോ മുൻപേ പറഞ്ഞു വച്ചിരിക്കുന്നത്. പുനരപ്യതി രൗദ്രേണ രൂപേണ പൃഥ്വീതലേ അവതീര്യ ഹനിഷ്യാമി വൈപ്രചിത്താംശദാനവാൻ. ദേവന്മാർ പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവുന്നോ അപ്പോഴൊക്കെ അസുരന്മാരെ നിഗ്രഹിക്കാൻ വരണമെന്നാണ്. അപ്പോൾ ദേവി പറഞ്ഞു, അത് ഞാൻ അന്നേ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ആദ്യം വൈവസ്വത മന്വന്തരത്തിൽ ഇതേപോലെ തന്നെ ശുംഭനിശുംഭൻ എന്ന പേരിൽ 2 അസുരന്മാർ വന്നാൽ അവരെ ഞാൻ നശിപ്പിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വിപ്രചിത്തിയുടെ പുത്രന്മാരായിട്ടുള്ള അസുരന്മാരെയും അതിഭയങ്കരമായ രൂപത്തോടു കൂടി വന്നിട്ട് ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ഭക്ഷയന്ത്യാശ്ച താനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാഹ. ആ വിപ്രചിത്തിയുടെ മക്കളായ ഉഗ്രന്മാരായ അസുരന്മാരെ ഞാൻ ഭക്ഷിച്ചിട്ട് എൻ്റെ പല്ലുകൾ രക്തവർണ്ണമായിത്തീരും. മാതളനാരകത്തിൻ പൂവ് പോലെ ചുവന്നിരിക്കും. തതോ മാം ദേവതാ സ്വർഗേ മർത്യലോകേ ച മാനവാഃ സ്തുവന്തോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. അതുകൊണ്ട് വൈപ്രചിത്തന്മാരെ വധിക്കുന്നതിലാണ് ദേവിക്ക് രക്തദന്തിക എന്ന പേര് വരുന്നത്. സ്വർഗത്തിൽ ദേവന്മാരും മർത്യലോകത്ത് മനുഷ്യരും എന്നെ സ്തുതിക്കുമ്പോൾ രക്തദന്തിക എന്ന് വിളിക്കും. രക്തദന്തിക ദേവി കാളി അംശഭൂതമാണ്. ദേവിയുടെ മുടിയും ആയുധങ്ങളും അവയവങ്ങളും എല്ലാം രക്തമയമാകയാൽ ഈ ദേവിയെ രക്തചാമുണ്ഡി എന്നും വിളിക്കുന്നു. ഭൂയശ്ച ശതവാർഷിക്യാം അനാവൃഷ്ട്യാമനംഭസി മുനിഭിः സംസ്തുതാ ഭൂമാ
സംഭവിഷ്യാമ്യയോനിജ. വൈപ്രചിത്തന്മാരുടെ വധത്തിന് ശേഷം പിന്നീടുള്ള 100 വർഷം ഇവിടെ ഭൂമിയിൽ മഴയില്ലാതെ ആകും. അങ്ങനെ വെള്ളമില്ലാതെ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ വിഷമത്തിൽ മുനിമാരെല്ലാം കൂടി എന്നെ സ്തുതിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ അയോനിജയായിട്ട് ഭൂമിയിൽ അവതരിക്കും. തതശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനീൻ കീർത്തയിഷ്യന്തി മനുജ ശതാക്ഷീമീതി മാം തതഃ. അയോനിജയായി ജനിക്കുന്ന ഞാൻ 100 കണ്ണുകളെ കൊണ്ട് മുനിമാരെ നോക്കും. അവർ എന്നെ ശതാക്ഷിയായ മാതാവിന് നമസ്കാരം എന്നിങ്ങനെ ഉച്ചരിച്ച് സ്തുതിക്കുകയും ചെയ്യും. തതോഹമഖിലം ലോകം ആത്മദേഹസമുദ്ഭവൈഃ ഭരിഷ്യാമി സുരാശാകൈ ആവൃഷ്ടേ പ്രാണധാരകൈഃ. ദേവി പറയുകയാണ്, മഴയില്ലാത്തതിനാൽ ആളുകൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടും. അങ്ങനെ മുനിമാരാൽ സ്മരിക്കുന്ന നിമിഷം ഞാൻ അയോനിജയായി ജനിക്കും. അതിനുശേഷം 100 കണ്ണുകളെ കൊണ്ട് മുനിമാരെ കടാക്ഷിക്കുന്നതിനാൽ അവരെന്നെ ശതാക്ഷിയെന്ന് കീർത്തിക്കും. അങ്ങനെയുള്ള ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് സസ്യാഹാരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചീര മുതലായ സസ്യങ്ങളെ കൊണ്ട് മഴ പെയ്യുന്നത് വരെ സമസ്ത ലോകത്തെയും ഞാൻ രക്ഷിക്കുന്നതാണ്. ശാകംഭരീതി വിഖ്യാതി തഥാ യാസ്യാമ്യഹം ഭുവി തത്രൈവ ച വധിഷ്യാമി ദുർഗമാക്യം മഹാസുരം. അപ്പോൾ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ശാകങ്ങൾ, പച്ചക്കറികൾ ഉണ്ടാകും എന്നതിനാൽ ദേവി അപ്പോൾ മുതൽ ഭൂമിയിൽ ശാകംഭരി എന്ന കീർത്തിയെ പ്രാപിക്കും. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ദുർഗമൻ എന്ന് പേരുള്ള ഒരു അസുരൻ്റെ ഉപദ്രവം ഉണ്ടാവും. ആ മഹാ അസുരനെ ഞാൻ വധിക്കുകയും ചെയ്യും. ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി പുനശ്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ. ദുർഗമൻ എന്ന അസുരനെ വധിക്കുന്നതിനാൽ ശാകംഭരി എന്നു പേരുള്ള എന്നെ തന്നെ ദുർഗാദേവി എന്ന് ആളുകൾ വിളിക്കുന്നതാണ്. രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാത് തഥാ മാം മുനയഃ സർവേ സ്തുഷ്യന്ത്യാനമ്രമൂർത്തയഃ. ഹിമാചലത്തിൽ ഞാൻ വസിക്കുന്ന കാലത്ത് അവിടെയുള്ള മുനിമാരെ ഭക്ഷിക്കുന്ന രാക്ഷസന്മാരെ ഞാൻ ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ അവരെന്നെ സ്തുതിച്ചുകൊണ്ട് ഭീമാദേവി എന്ന് വിളിക്കുന്നതാണ്. ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി യദാരുണാക്യ ത്രൈലോക്യേ മഹാബാധാം കരിഷ്യതി. തദാഹം ഭ്രാമരം രൂപം കൃത്വാ സംഖ്യേയ ഷഡ്പദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വധിഷ്യാമി മഹാസുരം. അരുണൻ എന്ന അസുരൻ 3 ലോകത്തിനും മഹാബാധയെ ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഞാനൊരു വണ്ടായി രൂപമെടുത്തിട്ട് നിരവധി വണ്ടുകളെ കൊണ്ടുണ്ടാക്കിയ വലിയ ഒരു ഭ്രമരമായി വന്നിട്ട് അരുണൻ എന്ന അസുരനെ കൊല്ലും. ഭ്രാമരീതി ച മാം ലോക തഥാ സ്തോഷ്യന്തി സർവതഃ ഇത്തം യഥാ യഥാ ബാധ ദാനവോത്ഥാ ഭവിഷ്യതി. ഇങ്ങനെ ഭ്രാമരീ രൂപം എടുത്തു വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിക്കിലും എന്നെ ഭ്രാമരീ ദേവി എന്ന് സ്തുതിക്കുന്നതാണ്. തഥാ തഥാവതീര്യാഹം കരിഷ്യാമി അരിസംക്ഷയം. ഈ ത്രൈലോക്യത്തിൽ ഉപദ്രവമുണ്ടാകുമ്പോഴെല്ലാം ഞാൻ അവതരിച്ച് ശത്രുക്ഷയത്തെ വരുത്തുന്നുണ്ട്.
എന്നിങ്ങനെ ദേവന്മാരുടെ സ്തുതിയിൽ പ്രസന്നയായി ദേവി അരുളി ചെയ്തു. ദേവി വരാനിരിക്കുന്ന കാലങ്ങളിൽ നടത്തുവാനായിട്ടുള്ള അവതാരങ്ങളുടെ രൂപങ്ങളും പ്രയോജനങ്ങളും വിസ്തരിച്ച് പറഞ്ഞതാണ് ദേവീ മാഹാത്മ്യത്തിലെ 11-ാമത്തെ അധ്യായമായ നാരായണീ സ്തുതി. ഈ സ്തുതി ഇവിടെ അവസാനിക്കുന്നു. ഓം ശ്രീ ജഗദംബികായേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.